രാവിലെ വീട്ടിൽ ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും. നമസ്കാരം പ്രിയരെ, ഒരു കഥ പറയട്ടെ. ഒരൊന്നൊന്നര കഥ, ഒരു ചെറുകുടൽ സ്പർശിയായ കഥ. കഥനത്തിൽ നിന്നും ഉന്മാദത്തിലേക്ക് ഉയർന്ന കറയൊട്ടും പുരളാത്ത ഒരു കമ്മ്യൂണിസ്റ്റിന്റെ കഥ. ഒരൊറ്റ പച്ചരി റൊട്ടിയിൽ ഉച്ചവിശപ്പടക്കിയിരുന്ന യൗവനത്തിൽ നിന്നും പട്ടിണിപ്പാവങ്ങളുടെ ഒട്ടിയ വയറിൽ ആഞ്ഞാഞ്ഞു കൊട്ടാൻ തക്കവണ്ണം അതികായനായി ഉയർത്തപ്പെട്ട, വാഴ്ത്തിപ്പാടപ്പെട്ട കാരണാഭൂതത്തിൻ്റെ കഥ. വിതുമ്പിക്കരയാൻ ആഗ്രഹിക്കുന്നവർ കൈവിരലുകൾ ഉപയോഗിക്കുക, ഏങ്ങിക്കരയാൻ ആഗ്രഹിക്കുന്നവർ അടച്ചിട്ട മുറി ഉപയോഗിക്കുക, പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നവർ പുറത്തേക്കിറങ്ങി ഓടുക. രാവിലെ വീട്ടിൽ ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും. ഫയൽ അതിനകത്തേക്ക് വെക്കും, ഉച്ചക്കത് കഴിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാകുന്നില്ല. ഇല്ലാത്ത ദിവസം ചിലപ്പോ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്ന് വരും. നോട്ട് ദ പോയിന്റ്. മക്കളെ, കോളേജിൽ പഠിക്കുന്ന മക്കളെ, നിങ്ങളൊക്കെ മാതൃകയാക്കി എടുക്കണേ. ഒരൊറ്റ പച്ചരി കൊണ്ടുണ്ടാക്കിയ ഒരൊറ്റ റൊട്ടി, അത് കൊണ്ടുപോകാൻ ഒരു പാത്രം പോയിട്ട് പൊതിയാനൊരു വാഴയിലെയോ പേപ്പറിൻ്റെ കഷ്ണവും ഇല്ലാതെ ആ ഫയൽ ബോർഡിനോട് ചേർത്ത് വെച്ച് ഉച്ചക്കത്തെ വിശപ്പ് മാറ്റി ഒന്നാമനായി പഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ, ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ കഥയാണ് മുഖ്യദാസൻ പറയുന്നത്. കഥ ഇതാണെങ്കിലും കഥയിലൂടെ ജനങ്ങൾക്ക് കിട്ടുന്ന സന്ദേശം ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വളരെ വലുതാണ്. ഉച്ചഭക്ഷണം പോലും നേരെ ചൊവ്വേ കഴിക്കാനില്ലാതിരുന്ന സാമ്പത്തിക സ്ഥിതിയിൽ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ മാസശമ്പളം കിട്ടുന്ന ഒരു ജോലിയുമില്ലാതെ കോടീശ്വരനായ കഥ. എപ്പടി? എന്നാൽ ആ കാലത്തും അടുത്തും എൻ്റെ വിഷമങ്ങൾ അങ്ങനെ പറയാറില്ല. കണ്ടു പഠിക്കണം കുട്ടികളെ. നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുകയല്ല വേണ്ടത്. മറ്റുള്ളവരെ എത്ര വിഷമിപ്പിച്ചിട്ടാണെങ്കിലും നമ്മുടെ വിഷമങ്ങൾ ഇല്ലാതാക്കാനുള്ള പോംവഴികൾ കണ്ടുപിടിക്കണം. അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് അത്ര വസ്ത്രം മനസ്സിലാവില്ല. 2-3 ജോഡി ഡ്രസ്സുകൾ മാത്രമുള്ള ഒരു യഥാർത്ഥ അഭിമാനി തനിക്ക് 2-3 ജോഡി ഡ്രസ്സേ ഉള്ളെന്ന് മറ്റുള്ളവർ അറിയരുത് എന്ന നിർബന്ധത്തിന്റെ പുറത്ത് ഒരു നിറത്തിലുള്ള ഡ്രസ്സുകൾ മാത്രം വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്കുള്ളത് ഞാൻ ഇടുന്നു, എനിക്കുള്ളത് ഞാൻ കഴിക്കുന്നു. അതെ, എനിക്ക് ഈ 3 ജോഡി വസ്ത്രമേ ഉള്ളൂ, അതിൽ ഞാൻ സംതൃപ്തനാണ്, എൻ്റെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലും ഞാൻ സന്തോഷവാനായി നന്നായി ജീവിക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതല്ല അഭിമാനം. എനിക്കിതൊക്കെ ഉള്ളൂ, അപ്പം മറ്റുള്ളവരെങ്ങനെ അറിയാതിരിക്കണം എനിക്കിതൊക്കെ ഉള്ളൂ എന്ന്? അന്നും കുരുട്ടിന് കുറവില്ലായിരുന്നു. അതിനെ നമുക്ക് അഭിമാനം എന്നല്ല, തൽക്കാലം ദുരഭിമാനം എന്ന് വിളിക്കാം. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്, നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാഹചര്യത്തിനനുസരിച്ച്, നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് നമ്മൾ എങ്ങനെ നന്നായിട്ട് ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ മുഖ്യദാസൻ. ഇപ്പോൾ കേരളത്തിന് ഇത്രയും അധികം സാമ്പത്തിക പ്രതിസന്ധി മുന്നിലുണ്ട്. കടത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഇനിയും കടം കേന്ദ്രത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പല മേഖലകളും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. എന്നിട്ടും തനിക്കിരിക്കാനുള്ള കാറിൻ്റെ സീറ്റിന് അത്ര ആക്ഷൻ പോരാ എന്ന കാരണം കൊണ്ട് കുറച്ചുകൂടി ലക്ഷങ്ങൾ വിലമതിക്കുന്ന അടുത്ത വാഹനത്തിലേക്ക് ശ്രദ്ധ പോകുന്നത് ഈ പരിമിതമായ സാഹചര്യങ്ങളോടുള്ള നമ്മുടെ കൃത്യമായ പൊരുത്തപ്പെടലുമായിട്ട് നമുക്ക് ഉദാഹരിക്കാം. നമ്മൾ തെറ്റായ വഴികളിലേക്ക് നീങ്ങാതിരുന്നാൽ മതി, അത് ഏറ്റവും പ്രധാനമാണ്. അത്രയേ ഉള്ളൂ. തെറ്റായ വഴികളിലേക്ക് നീങ്ങരുത്. മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിച്ച് എങ്ങനെ നമുക്ക് രാജകീയമായി ജീവിക്കാം എന്ന് നമ്മൾ ചിന്തിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അഴിമതി ചെയ്യരുത്, അതൊക്കെ തെറ്റായ വഴികളാണ്. കൈകൾ എപ്പോഴും ശുദ്ധമായിരിക്കണം. ചില സമയങ്ങളിൽ ചിലയിടങ്ങളിൽ ഉയർത്തി കാണിക്കുമ്പോൾ മാത്രം കൈ സോപ്പിട്ട് തേച്ച് കഴിയിട്ട് വന്നാൽ പോരാ, എപ്പോഴും കൈകൾ ശുദ്ധമായിരിക്കണം. അതായത് ഈ പറഞ്ഞു വരുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നറിയാമോ? പട്ടിണിയിൽ നിന്നും ഒരാൾ ഒരു കോടീശ്വരൻ്റെ പദവിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, അയാളുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ സ്വന്തം നാടിനോ വേണ്ടി അയാൾ പല മേഖലകളിൽ സേവനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ശമ്പളം ഉപയോഗിച്ചാണ്, അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഡിഗ്രിയുടെ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും വലിയ തോതിലുള്ള പൊതുപ്രവർത്തകനായിട്ട് മാറുക. ഒരു പൊതുപ്രവർത്തകന് എങ്ങനെ ഇത്രയും ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഒന്നുമില്ലായ്മയിൽ നിർത്താൻ കഴിയും എന്ന ചോദ്യം ഇവിടെ നിരോധിച്ചതായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെയൊക്കെയാണ് 25-ാമത്തെ വയസ്സിൽ MLA ആയി. 25-ാമത്തെ വയസ്സിൽ MLA ആയി. ആ കാലം തൊട്ട് ഇന്നുവരെ ഒരു സ്ഥാപനങ്ങളിലും ഒരു തൊഴിൽ മേഖലയിലും ജോലി ചെയ്തതായിട്ട് രേഖകൾ പറയുന്നില്ല, അദ്ദേഹവും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് ഈ സാമ്പത്തിക നിലയിൽ എത്തിയത് സ്വന്തം ഭാര്യയുടെ അനന്തമായി നീണ്ടുകിടക്കുന്ന പെൻഷൻ കാശ് ഉപയോഗിച്ചാണ് എന്ന് പറയപ്പെടുന്നു.
സത്യമായിരിക്കാം. ഒരു തൊഴിലാളി നേതാവ് എങ്ങനെ ഇത്രയും സമ്പന്നനായി ജീവിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതിനു പിന്നിലെ രഹസ്യം എന്താണ് എന്ന് ഗഹനമായി ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ കമല ചേച്ചിയുടെ പെൻഷൻ്റെ കാര്യം സൂചിപ്പിച്ചത്. ഏതായാലും അങ്ങുന്നേ ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, മറ്റേ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ കയ്യിൽ മറ്റായുധങ്ങളൊന്നും ഇല്ലാതെ നടന്ന കഥയുണ്ടല്ലോ, അതിനേക്കാൾ ഇത് ഹിറ്റാകും. മിനി കഥകൾ ഇനിയും പ്രതീക്ഷിക്കാം അല്ലേ? പക്ഷേ ഇനി നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഥകൾ എഴുതുമ്പോൾ PR ടീമിനോട് പറയണം, ഈ റൊട്ടി മാറ്റിയിട്ട് വല്ല ദോശയോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ ആ സമയത്തെ പഴഞ്ചോറ് അതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ആളുകളുടെ കണ്ണ് നനയിക്കും, കുറച്ചുകൂടി അവർക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും. ജനങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ സംശയം ഉന്നയിക്കരുത്. ഒന്നുമില്ലായ്മയിൽ ജനിച്ചു വളർന്ന് ഒരു തൊഴിലും ചെയ്യാതെ വിവാഹിതനായ ശേഷം സ്വന്തം മക്കളെ വിദേശ സർവകലാശാലകളിലൊക്കെ പഠിപ്പിച്ച് ഇത്രയും വരെ ആക്കാൻ സാധിച്ചത് എങ്ങനെയാണ്, അതിനു പിന്നിലെ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് ജനത്തോടൊന്ന് വിശദീകരിക്കൂ, ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ തുടങ്ങിയ സംശയങ്ങൾ ജനങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കരുതേ. ഒരു കൊടിയുടെ പവറാണ് ഇവിടെ നമുക്ക് മുന്നിൽ വ്യക്തമാകുന്നത്. ഒരു റൊട്ടിയിൽ ഉച്ചവിശപ്പ് അടക്കിയിരുന്ന ഒരു വ്യക്തി ഇന്നിപ്പോൾ 200 കോടി റൊട്ടിയൊക്കെ ഒരു നേരം ഓർഡർ ചെയ്ത് വരുത്താൻ കണക്കിന് വളർന്നിട്ടുണ്ടെങ്കിൽ ആ കൊടിയുടെ പവറാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കേൾക്കുന്നവരിൽ അസ്വസ്ഥതയുണ്ടാക്കാനും കേൾക്കുന്നവരിൽ പരിഹാസം ജനിപ്പിക്കാനും കേൾക്കുന്നവരിൽ പുച്ഛമുണർത്താനും മാത്രമല്ല, കേൾക്കുന്നവരുടെ കണ്ണ് നനയിപ്പിക്കാനും തനിക്ക് സാധിക്കും എന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യദാസൻ ഇമ്മാതിരി കഥകൾ വേദിയിൽ പുലമ്പുന്നത്. അടവുകളിൽ ഇതേതാണ്ട് 19ാമത്തെയോ 20ാമത്തെയോ ആയിട്ട് വരും. പിന്നെ മുഖ്യ സഖാവേ വേറൊരു കാര്യമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് പലയിടങ്ങളിലും ഇതിനേക്കാൾ ബുദ്ധിമുട്ടി ഒരു നേരം ഇപ്പോൾ റൊട്ടിയെങ്കിലും കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലും കിട്ടാതെ ഒട്ടിയ വയറുമായിട്ട് സ്കൂളിൽ പോയി സ്കൂളിലെ ടാപ്പിൽ നിന്നോ കിണറ്റിൽ നിന്നോ ഒക്കെ വെള്ളം കോരി കുടിച്ച് വയറ് നിറച്ച് ഇപ്പോൾ വലിയ സമ്പന്നരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവരൊന്നും അഴിമതി കേസുകളിൽ പ്രതികളായിട്ടില്ല, കൊലപാതക കേസുകളിൽ കുറ്റാരോപിതരായിട്ടില്ല, ജനദ്രോഹികളായിട്ടില്ല. അവരാരും ഇങ്ങനെ പബ്ലിസിറ്റികളും കൊടുക്കുന്നില്ല. അപ്പോൾ താൻ എന്തോ വലിയ ത്യാഗം സഹിച്ചാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ലോക മാതൃകയായത് എന്ന രീതിയിൽ സാധനങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ കുറച്ച് ലോകവിവരം കൂടിയാകാം. ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും. നിങ്ങളുടെ ആ ജനറേഷനിലുള്ള ആളുകളുടെ ഒട്ടുമിക്ക പേരുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു കേരളത്തിൽ അന്നത്തെ. എല്ലാവരും ഷവർമ അൽഫാമും ഒന്നും അല്ലല്ലോ അന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. 10-75 കൊല്ലം മുമ്പൊക്കെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കാൻ പോയവരെല്ലാം പഴങ്കഞ്ഞി കുടിച്ച് അത് തന്നെയായിരുന്ന അവസ്ഥ. അതിനിടയിൽ റൊട്ടി കിട്ടിയതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കണം. പിന്നെ ഒരു കാര്യമാണ്, ഒരു നേരത്തെ ഒരു റൊട്ടിയിൽ വിശപ്പടക്കുന്ന ആ രംഗമുണ്ടല്ലോ, അത് ഇന്നത്തെ കേരളത്തിനെ സംബന്ധിച്ച് അതിദാരിദ്ര്യത്തിൻ്റെ, നമ്മളിപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, ആ അതിദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ കിടന്നിരുന്ന അങ്ങുന്നിന് ഈ വെറും 10 വർഷം കൊണ്ട് ഇന്നീ കാണുന്ന കേരളത്തെ അല്ലെങ്കിൽ കേരളത്തിലെ കുറച്ച് ജനങ്ങളെയെങ്കിലും ഒരു നേരം ഒരു റൊട്ടി അല്ലെങ്കിൽ ഒരു പിടി ചോറ്, ഒരു റേഷനരിയുടെ കഞ്ഞി ഇതൊക്കെ കുടിച്ച് മാത്രം പട്ടിണി മാറ്റാൻ കഴിയുന്ന വിധത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ പ്രതികാരമെന്നേ അതിനെ പറയേണ്ടതുള്ളൂ. ആ ഒരു പ്രതികാരദാഹം, ആ ഒരു വാശി മനുഷ്യർക്കുണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഞാൻ എങ്ങനെ ജീവിച്ചോ അതുപോലെ ഞാൻ ലക്ഷക്കണക്കിന് ആളുകളെ ജീവിപ്പിക്കും, ഞാൻ എന്തനുഭവിച്ചോ അത് ലക്ഷക്കണക്കിന് പേർ അനുഭവിക്കണമെന്ന സച്ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണത്. അപ്പോൾ ഇനിയും സഹജീവികളെ മുണ്ടുമുറുക്കി ഉടുക്കാൻ പഠിപ്പിക്കാൻ അങ്ങേക്ക് കഴിയട്ടെ. ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി കഴിക്കൂ, ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകൂ, ഇടയ്ക്കിടയ്ക്ക് കാറുകൾ മാറ്റൂ, ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളെ നേരിട്ട് അധിക്ഷേപിക്കൂ. അങ്ങയുടെ മാതൃകാ ജീവിതം കുറച്ചുകൂടി ഉദാത്തമാകട്ടെ.